കൃഷ്ണ ഭഗവാനെ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗൗരീം രക്തവരാരമ്യം സുനേത്രം സുസ്മിതാനനം ശ്യാമസ്വഭീഷ്ട സാധിക രാധിക ആശ്രയേ സദാ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമിനി ഗാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ഗാമിനി. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കാൻ ഭാഗവത ശ്ലോകം 1-4-7 ഹരേ കൃഷ്ണ. കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ ഭാഗവതം ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട് ചില പേഴ്സണലായിട്ടുള്ള ചില പ്രശ്നം കാരണം ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 7. ഹരേ കൃഷ്ണ. എല്ലാവരും ഉണ്ടല്ലോ? കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ശ്ലോകം നമ്പർ 7. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനീനാ സഹ സംവാദസമഭൂത്താദാ യത്ര ഈശാ സത്വതീ ശ്രുതി. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനീനാ സഹ സംവാദസമഭൂത്താദാ യത്ര ഈശാ സാത്വികീ ശ്രുതി. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദസമഭൂത്താദാ യത്ര ഈശാ സാത്വതീ ശ്രുതി. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേഃ മുനിനാ സഹ സംവാദഃ സമഭൂത് താദാ യത്ര ഏഷാ സാത്വതി ശ്രുതി. കഥം ഏത് തരത്തിലാകുന്നു, ഏത് രീതിയിലുള്ളതാകുന്നു, എങ്ങനെ എന്നൊക്കെയുള്ള വാക്കാണ് കഥം. വാ എന്ന് പറഞ്ഞാൽ ഔവണ, ആ രീതിയിൽ പാണ്ഡവേയസ്യ പാണ്ഡുവംശജനായ പരീക്ഷിത് മഹാരാജാവ്. രാജർഷി എന്നുവെച്ചാൽ രാജാവായ ഋഷി. മുനിന മുനിയുടെ കൂടെ. സഹ സാമീപ്യം. സംവാദ ചർച്ച.
സമഭൂത് സംഭവിച്ചു, താത അല്ലയോ വത്സ അല്ലയോ മകനെ, എത്ര അതിന്മേൽ, യേഷ ഇതുപോലെ, സ്വാത്വതി അതീന്ദ്രിയമായിട്ടുള്ളത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളത്, ശ്രുതി വേദസാരം. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനീനാ സഹ സംവാദ സമഭൂത്താഥ യത്ര ഈശാ സാത്വതീ ശ്രുതി. വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പാർട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദി കി ജയ്. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവം ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യോ ജാവതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. മഹാരാജ് പരീക്ഷിത് ഈ ശ്രേഷ്ഠ ഋഷിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്താൽ അതീന്ദ്രിയ വേദസാരം അഥവാ ഭാഗവതം ആലാപനം സാധ്യമാക്കി തീർത്തതും എപ്രകാരമാണ്. ശ്രീമദ് ഭാഗവതത്തെ വേദസാരമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഭാവാർത്ഥം. അനധികൃതരായ വ്യക്തികൾ ശ്രീമദ് ഭാഗവതത്തെ ചിലപ്പോഴൊക്കെ കാൽപ്പനിക കഥയായി പരിഗണിക്കുന്നു. ശുകസംഹിത അഥവാ മുക്താത്മാവായ ശ്രീ ശുകദേവ ഗോസ്വാമിയാൽ വർണ്ണനം ചെയ്യപ്പെട്ട വേദസ്തുതി ഗീതം എന്നും ശ്രീമദ് ഭാഗവതത്തെ വിശേഷിപ്പിക്കാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പം പരീക്ഷിത് മഹാരാജാവ് ശ്രേഷ്ഠ ഋഷി, ആരാണ് ഈ ശ്രേഷ്ഠ ഋഷി? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ആരാണ് ശ്രേഷ്ഠ ഋഷിയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞത്? സുഖദേവ ഗോസ്വാമിയാണോ? ഗോസ്വാമി. അതെ അതെ, സുഖദേവ ഗോസ്വാമി. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും അദ്ദേഹത്താൽ അതീന്ദ്രിയ വേദസാരം ആലാപനം സാധ്യമാക്കി തീർത്തത് എപ്രകാരമാണെന്ന് ചോദ്യം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, എങ്ങനെ അവര് സമ്മേളിക്കാൻ സാധിച്ചു, എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ആരിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് വന്നത്? ആരെല്ലാമാണ് അതിന് കാരണമായി ഭവിച്ചത്? എവിടെ നിന്നാണ് ഭാഗവതം കിട്ടിയത്? ആദ്യമായിട്ട് ഭാഗവതം ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ഒന്നുണരും എല്ലാരും. നമ്മൾ ഇത്രയും ഭാഗവതം പഠിച്ചിട്ട് അത് പറയാതിരുന്ന വളരെ മോശമല്ലേ? ഭാഗവതം ആരിൽ നിന്ന് ആദ്യമായി ആർക്ക് പറഞ്ഞു? ഭാഗവതം ഞാൻ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഭാഗവതം ആദ്യമായിട്ട് നമ്മുടെ ഗർഭോദകശായി വിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു. 1000 ദൈവ്യ സംവത്സരങ്ങൾ, ബ്രഹ്മവർഷങ്ങൾ തപസ് ചെയ്ത് ബ്രഹ്മാവ് ഉണ്ടാകുന്ന അവസരത്തിൽ, ബ്രഹ്മാവ് ജനിക്കുന്ന അവസരത്തിൽ ബ്രഹ്മാവ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഇരുട്ട് മാത്രമാണുള്ളത്. അപ്പം താഴേക്കും മുകളിലേക്കും ഒക്കെ സഞ്ചരിച്ചു നോക്കി, എങ്ങും ഒന്നും കാണുന്നില്ല. അവസാനം അദ്ദേഹത്തിന് ഒരു ശബ്ദം കേട്ടു. അദ്ദേഹം വളരെ വിഷമിച്ച്, എന്താണെന്നറിയില്ല. അപ്പൊ അങ്ങനെ വിഷമിക്കുന്ന അവസരത്തിൽ തപ എന്ന വാക്ക് കേട്ടു. അദ്ദേഹം 1000 സംവത്സരം തപസ് ചെയ്യുന്നു. തപസ് ചെയ്തതിന് ശേഷം ഭഗവാന്റെ വാക്കിന് അതേപടി അനുസരിക്കുകയാണ് ബ്രഹ്മാവ് ചെയ്തത്. ഭഗവാൻ പറഞ്ഞുകൊടുത്ത ആ തപ എന്ന വാക്കിനെ അതേപടി അനുസരിച്ചതും ഭഗവാൻ സന്തുഷ്ടനായിട്ട് ഭഗവാൻ എന്തു കൊടുക്കുന്നു? ശ്രീമദ് ഭാഗവതത്തിലെ 4 ശ്ലോകങ്ങൾ, അത് നമ്മള് സെക്കൻഡ് കാൻഡോയിൽ പഠിക്കും. ആ 4 ശ്ലോകങ്ങൾ അതിനെ വിശദീകരിച്ചുള്ളതാണ് ഈ 18,000 ശ്ലോകങ്ങളും. അപ്പൊ അങ്ങനെ അത് ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആദ്യമായി ആരിൽ നിന്ന് ആർക്ക് കിട്ടി? ആരിൽ നിന്ന് ആർക്കാണ് കിട്ടുന്നത്?
ഗർഭോദകശായി വിഷ്ണുവിൽ നിന്ന് ആർക്ക് കിട്ടി? ബ്രഹ്മാവിന് കിട്ടുന്നു. ഒന്ന് സ്വയം മനസ്സിലാക്കും. വിഷ്ണുവിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ടത്തിലാണല്ലോ, ഓരോ ബ്രഹ്മാണ്ടത്തിൽ ഓരോ ഗർഭോദകശായി വിഷ്ണു ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ആ ബ്രഹ്മാണ്ടത്തിൽ ഒരു ബ്രഹ്മാണ്ടത്തിലെ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവിനെ ലഭിക്കും. അപ്പം ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവ് പിന്നീട് അത് തന്റെ പുത്രനായ നാരദന് പറഞ്ഞു. നാരദന്റെ അത് പിന്നീട് നമ്മുടെ വേദവ്യാസന്, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് വേദവ്യാസന് വിഷമം ഉണ്ടായ അവസരത്തിൽ എല്ലാ വേദങ്ങളും എഴുതി, എല്ലാ പുരാണങ്ങളും എഴുതി, എല്ലാം എഴുതിയിട്ടും അദ്ദേഹത്തിന് മനസ്സിന് സാന്നിധ്യം വന്നില്ല. സാന്നിധ്യമല്ല, സമാധാനം വന്നില്ല. ആ അവസരത്തിൽ അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ഭാഗവതം എങ്ങനെ എഴുതണമെന്നുള്ളത് വേദവ്യാസ മഹർഷിക്ക് നാരദര് പറഞ്ഞു കൊടുത്തു. അപ്പൊ നാരദർ അവിടെ വരുന്നു. നാരദര് എങ്ങനെയാണിത് ചിത്രീകരിക്കണം? കാരണം അങ്ങ് തന്നെ സാഹിത്യാവതാരമാണ്, ഭഗവാന്റെ അവതാരമാണ്. വേറെ ആർക്കും അത് എഴുതി കൊടുക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ഭാഗവതം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നേരെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാൾ വേണം. അത് മറ്റുള്ളവർക്ക് കൂടി എഴുതപ്പെട്ട റെക്കോർഡായിട്ട് എഴുതപ്പെട്ടു. അപ്പൊ എന്നാൽ മാത്രമേ കലിയുഗത്തിൽ അത് പ്രയോജനപ്രദമാവുകയുള്ളൂ. ഭാഗവതം ഇല്ലാഞ്ഞിട്ടല്ല, ഭാഗവതം ഉണ്ട്. അതിനു മുമ്പ് അത് എന്താണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കേട്ട് പഠിക്കുന്ന കാലമായിരുന്നു അങ്ങനെ. അപ്പൊ ഇപ്പോഴും അത് എഴുതി റെക്കോർഡാക്കി വെക്കുകയാണ് ഭാഗവതം. അപ്പൊ ആ ഭാഗവതം നാരദരുടെ ഉപദേശം അനുസരിച്ചാണ് വേദവ്യാസ മഹർഷി. അവിടെ നിന്നാണ് അത് ആർക്ക് കിട്ടുന്നത്? ശുകദേവ മഹർഷിക്ക് കിട്ടുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇതിപ്പം മനസ്സിലായല്ലോ. വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവിന് ലഭിക്കുന്നു, ബ്രഹ്മാവിൽ നിന്നത് നാരദർക്ക് ലഭിക്കുന്നു, നാരദരിൽ നിന്നത് ആർക്ക് കിട്ടുന്നു? വേദവ്യാസ മഹർഷിക്ക് കിട്ടും. വേദവ്യാസ മഹർഷി അത് ശുകദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഭാഗവതം ഉണ്ട്, ഭാഗവതം ഇല്ലാതിരിക്കുകയല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ വേറെ ഒരു രീതിയിലും ഭാഗവതം വരുന്നുണ്ട്. ഇത് ഒരു രീതിയിൽ ഭാഗവതം നമ്മുടെ മുമ്പിൽ എത്തിയത് എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസറാണ്. അടുത്തതായിട്ട് നേരത്തെ തന്നെ സംഘർഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ചതുർവ്യൂഹത്തിലെ ഫസ്റ്റിലാളിച്ച സംഘർഷനിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള സൃഷ്ടിക്ക് വേണ്ടി ആര് വരുന്നത്? കാരണോദകശായി വിഷ്ണുവും സദാശിവനും ഉണ്ടായത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംഘർഷനിൽ നിന്ന് അദ്ദേഹം അത് സാഖ്യായനം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ തെറ്റിപ്പോകരുത്. ഇത് ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മിങ് ഭാഗവതമാണ്, രണ്ടാമത്തെ രീതി. സംഘർഷനിൽ നിന്ന് സാഖ്യായനം കിട്ടുന്നു. സാഖ്യായനത്തേക്ക് അത് എന്ത് ചെയ്യുന്നു? പരാശരൻ, മൈത്രേയൻ, വിതുരൻ എന്നിവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഭാഗവതം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ രീതി നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിലാണ് ഭാഗവതം വരുന്നത്. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് വളരെ അതീന്ദ്രിയ വേദസാരമാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആലാപനം ചെയ്യാൻ കഴിഞ്ഞത്? കാരണം അതുവരെയും അത് റെക്കോർഡായിട്ട് ഉണ്ടായിരുന്നില്ല. റെക്കോർഡായി എഴുതി വെച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഈ കലിയുഗത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ അത് സാധ്യമാക്കി തീർത്തു. അപ്പൊ അതിന് കാരണക്കാരനായി വന്ന് ഭവിക്കുന്നതാണ് പരീക്ഷിത് മഹാരാജാവും. അതുപോലെ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ശ്രേഷ്ഠ ഋഷിയായ ശുകദേവ ഗോസ്വാമിയും വരും. ഇനിയും ഈ ശുകദേവ ഗോസ്വാമി കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് മാതാജി, കേൾക്കുന്നുണ്ട് മാതാജി, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഈ ശുകദേവ ഗോസ്വാമി ഈ ഭാഗവതം പഠിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ആരിൽ നിന്ന് പഠിച്ചു? സ്വന്തം അച്ഛനായ വേദവ്യാസ മഹർഷിയിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. ഈ ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത് ആരാണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഭാഗവതം ആദ്യമേ പഠിച്ചതെന്നും ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? ആ കഥ ഞാൻ പറഞ്ഞിരുന്നു. ശിവന് പാർവതിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അവസരത്തില് ആരും കേൾക്കാതാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കേണ്ടത്. അന്നൊക്കെ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് ഇതായി മാറും. ആ ഒരു ഇത് പിന്നെ ആ ഭൗതികതയിലുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോകത്തക്ക രീതിയിലാകും. അപ്പൊ ഭാഗവതം പഠിച്ചവർക്ക് പിന്നെ ജനനമില്ല എന്ന് ഞാൻ അത് പറഞ്ഞു തന്നിരുന്നു. എന്താണ്, പാർവതി ചോദിക്കുന്നു ശിവനോട്, അങ്ങയുടെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ തലയോട്ടികളെല്ലാം എവിടുന്നാണെന്ന് ചോദിക്കുന്ന ഉടനെ അദ്ദേഹം പറയുന്നത്, ഇത് നിന്റേതാണ്, നിന്റേത് തന്നെയാണ് ഈ തലയോട്ടികളെല്ലാം എന്ന് പറയുന്നു.
അപ്പൊ ആ അവസരത്തിൽ ഇത് എന്റേതോ, എങ്ങനെ ഇത് വന്നു എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് ചുരുക്കി ഞാൻ പറയാം, ആ സമയത്ത് ഭഗവാൻ പറയുന്നു, ശിവൻ പറയുന്നു, എന്താണ് പറയുന്നത്? ഈ തലയോട്ടികൾ നിന്റേതാണ്, പക്ഷേ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നീ പല അവസരത്തിൽ നീ ജന്മം എടുത്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ചോദിക്കാം, അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അങ്ങ് എന്തുകൊണ്ട് ജന്മം എടുത്തില്ല? അപ്പൊ പറയും, ഞാൻ ഭാഗവതം പഠിച്ച ആളാണ്, ഞാൻ ഭാഗവതം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മരണമില്ല എന്ന് പറയും. അപ്പൊ എനിക്കും ഭാഗവതം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വഴക്ക് കെട്ടിയിട്ട് എനിക്കും കേൾക്കണം. ഇല്ല, നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതാണ്. ഇല്ല, എനിക്ക് കഴിയും എന്ന് ഉറപ്പിച്ച് പറയുകയും ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനുള്ളതായി ശിവൻ എല്ലായിടവും ചെന്ന് നോക്കും, ആരെങ്കിലും ജീവാത്മാക്കൾ അവിടെ ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ ഒരു ജീവാത്മാവ് പോലും ആ കൈലാസത്തിന്റെ ആ ഭാഗത്തില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഭാഗവതം പറയാൻ ആരംഭിക്കുകയും. എന്തോ പറയൂ മാതാജി? ഹരേ കൃഷ്ണ, പറയൂ മാതാജി. അല്ലയോ, അല്ലായിരിക്കും. അപ്പൊ അങ്ങനെ ഭാഗവതം പറയാൻ ആരംഭിക്കുന്ന അവസരത്തിൽ പാർവതി ദേവി വളരെ ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കാൻ ഇരിക്കുകയാണ്. ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാഗവതം പറഞ്ഞു തീർന്നതും നിനക്ക് മനസ്സിലായോ എന്ന് ഭാര്യയോട് ചോദിക്കുന്നു, ഭാമദേവിയോട് ചോദിക്കുന്നു. അയ്യോ, ഞാനങ്ങ് ഉറങ്ങിപ്പോയി, ഞാനൊന്നും കേട്ടില്ലേ എന്ന് പറയും. അപ്പൊ പിന്നെ ആരാണ് ഈ കേട്ടപ്പോ ഓരോ ഇത് പറയുമ്പോഴും മൂളിക്കൊണ്ടിരുന്നു, ആരാണ് ഇത് കേട്ടതെന്ന് അറിയില്ല. അപ്പം ശിവൻ ആകപ്പാടെ വിഷമമായി, ഭാഗവതം ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ കേട്ടോ, അർഹതയില്ലാത്തവർ കേട്ടോ എന്നുള്ള വെപ്രാളത്തോടെ അവിടെ എഴുന്നേറ്റ് ഓടുകയാണ്. ഓടി 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 നോക്കുമ്പോൾ ഒരു ജീവാത്മാക്കളെയും കാണുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ഒരു തത്ത കുഞ്ഞ്, ഇങ്ങോട്ട് ചുണ്ട് വിടർന്ന ഒരു കുഞ്ഞ് അവിടെ ഇരിക്കുന്നു. അപ്പൊ കാരണമായി ഭവിക്കുകയാണ് ഓരോന്നും. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് ഓടിച്ചു, നീ കേട്ടോ എന്നും പറഞ്ഞ് അതിനെ കൊല്ലാനാണ് ഓടുന്നത്. ഓടി ഓടി എന്ത് ചെയ്യുന്നു? വേദവ്യാസന്റെ ആശ്രമത്തിൽ ചെല്ലുന്നു. ആരുടെ അടുത്ത് കയറുന്നു? വേദവ്യാസന്റെ ഭാര്യയായ ജപാലി. ഇതിക്കും ഭാഗവതം വേദവ്യാസൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അപ്പം വേദവ്യാസൻ ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന അവസരത്തില് ജപാലിക്കും ഉറക്കം വന്നു. ജപാലി കോട്ടുമായിട്ടപ്പം വാ തുറന്നപ്പോ ഈ തത്ത കുഞ്ഞ് വായിലേക്ക് കയറി പോകുന്നതായിട്ടും അത് പിന്നെ ജപാലിയുടെ വയറ്റിൽ ആ കുഞ്ഞ് കിടക്കുന്നതായിട്ടുമാണ്. 16 വർഷം കുഞ്ഞായിട്ട് അവിടെ കിടന്നതായിട്ടും, അത് പിന്നെ 16 വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ വരത്തില്ല വെളിയില്. ജപാലിക്കാണെങ്കിൽ വളരെയധികം വിഷമം, വയറ്റിൽ കിടന്ന് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേദവ്യാസൻ തന്നെ പോയി ശ്രീകൃഷ്ണ ഭഗവാനോട് ചെന്ന് ദുഃഖം പറയുകയും, അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട്, ശരി, നീ വെളിയിൽ വാ, നിന്നെ മായ ടച്ച് ചെയ്യത്തില്ല, ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് വാക്കുകൊടുത്തതിന് ശേഷമാണ് ആര് വരുന്നത്? അദ്ദേഹം വെളിയിലേക്ക് വരികയും അദ്ദേഹം വെളിയിലേക്ക് വന്ന ഉടനെ തന്നെ അങ്ങ് നടന്നു പോകുന്നു. അച്ഛന്റെ ശിക്ഷണത്തിനൊന്നും നിൽക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം ശുകദേവ ഗോസ്വാമി ഉണ്ടാക്കുന്നു. ഈ ശുകദേവൻ എന്ന് പറയുന്ന ആള് ഒരു രാധാറാണിയുടെ കയ്യിലെ ശുകതത്തയായിരുന്നു. ആ തത്ത ശുകസംഹിത എന്ന് പറയാൻ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ രാധാറാണി ഈ ഭാഗവതം നേരത്തെ തന്നെ ഈ തത്തയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശുകദേവൻ എത്ര പ്രാവശ്യം ഭാഗവതം കേട്ടു എന്നുള്ളതാണ്. ആദ്യമേ രാധാറാണിയുടെ കയ്യിൽ നിന്ന് കേട്ടു, പിന്നീട് എന്ത് ചെയ്തു? ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തപ്പോ കേട്ടു, പിന്നീട് വേദവ്യാസൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? സ്വയം മകന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം ശിവൻ പറയുന്നുണ്ട്, എനിക്ക് ഭാഗവതം അറിയാം, ശ്രീശുകനും ഭാഗവതം അറിയാം, വേദവ്യാസൻ അറിയാമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അത്രയും ധാരണയോടുകൂടി വേദവ്യാസൻ ഇത് എഴുതി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അത്രമാത്രം ധാരണയോടുകൂടി അത് ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ശുകദേവൻ ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ശുകനിൽ നിന്ന് പുറപ്പെട്ട ഇതായതുകൊണ്ട് അതിനെ ശുകസംഹിത എന്ന് പറയുന്നുണ്ട്. നമ്മളെ ഭാഗവതം തുടങ്ങിയപ്പോ നിങ്ങൾ പഠിച്ചു, നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. ആ രസമാലയമാണ്. അങ്ങനെയുള്ള നിഗമകൽപതരോർഗളിതം ഫലം, കൽപ്പതരോർഗളിതം ഫലം, കൽപ്പതരിയിൽ നിന്ന് എന്താവശ്യപ്പെട്ടാലും കിട്ടും അല്ലെ? അതുപോലെ നമ്മുടെ ഭാഗവതത്തെ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നോ ആ രീതിയിലുള്ള ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. ഭക്തിയോട് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആകർഷങ്ങളോടുകൂടി അപ്രോച്ച് ചെയ്യുക. പല രീതിയിലാണ് ഓരോരുത്തരും ഭാഗവതം പഠിക്കുന്നത്. അപ്പൊ ആ ഭാഗവതത്തെ
ഭാഗവതത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് ആ ശുഖസംഹിത അതിന്റെ പ്രയോജനം നമുക്ക് തരുന്നു. അപ്പം ആ ശുഖമുഖാത് അമൃത ദ്രവസംയുതം, ശുഖന്റെ മുഖത്തു നിന്ന് വരികയായതിനാൽ ആ അമൃതദ്രവ സംയുതം കൂടുതൽ രുചിയുള്ളതായി അനുഭവപ്പെട്ടു. അപ്പം വേദവ്യാസൻ എഴുതി, ശുഗനെ പഠിപ്പിച്ചു. ശുഗനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ശുഗൻ ആദ്യമേ അങ്ങ് ഇറങ്ങിപ്പോകുന്നു. ശുഗൻ ആദ്യമേ എന്തായിരുന്നു? ബ്രഹ്മവാദിയായിരുന്നു. ആദ്യമേ മനസ്സിലാക്കിയിരുന്നില്ല ഭഗവാന് രൂപമുണ്ടെന്നുള്ളത്. പിന്നീട് എന്താണ്, അദ്ദേഹത്തിന്റെ ശിഷ്യരെ വിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ മുക്താത്മാക്കൾ ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസത്തെ കുടിക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അത്രമാത്രം ആ വേദസാരം ഉരുക്കി ഒഴിച്ചിരിക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. അപ്പം അതീന്ദ്രിയ വേദസാരം ആലാപനം ചെയ്യാൻ സാധ്യമാക്കി തീർത്തത് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് അപ്പൊ പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ എന്നറിയാം. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. ലോകത്തിലുള്ള എല്ലാ ഋഷിമാരും അവിടെ വന്നിരിക്കുന്നുണ്ട്. എത്ര 18,000 എങ്ങാണ്ട് ഋഷിമാരവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്പർ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ അത്രയും പേര് വന്നിരുന്നിട്ടും സ്വന്തം എഴുതിയ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, നാരദരുണ്ട്, വാസിതോ ദേവലോ വ്യാസോ, അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ പറയാൻ അതിനർഹനായി കയറിയിരിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ മകനായ ശുഗ ബ്രഹ്മർഷി. അപ്പം ശുഗദേവൻ അതുകൊണ്ട് ശുഗന്റെ വായിൽ നിന്ന് അമൃത ദ്രവ സംയുതം അങ്ങനെ വന്നിരിക്കുന്നു. ഒന്നാമത് തന്നെ ഒരു ഫ്രൂട്ട്, ഒരു പഴം എന്ന് പറയുന്നത് നല്ല ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കും, നല്ല ആസ്വാദ്യ രുചിയുള്ളതായിരിക്കും. പക്ഷേ അത് തത്ത കൊത്തുമ്പോൾ, അത് തത്ത വെത്തിട്ടിരിക്കുമ്പോൾ അത് കൂടുതൽ രുചിയുള്ളതായി അനുഭവപ്പെടുന്നു എന്നതുപോലെ ഇവിടെ മുക്താത്മാക്കൾ ഉപയോഗിക്കുന്ന ഈ ഭാഗവതം, മുക്താത്മാക്കൾ ഇഷ്ടപ്പെടുന്ന ഈ ഭാഗവതം, ആ അമൃത ദ്രവ സംയുതം നമുക്ക് കിട്ടി. എങ്ങനെ? നിഗമകൽപതരോർഗളിതം, അങ്ങനെയുള്ള ഈ ഭാഗവതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് സാധ്യമാക്കി തീർത്തത് എപ്രകാരമാണ്, ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പറയാൻ കഴിയും. ആരെങ്കിലും ഒന്ന് ശ്രമിക്കുന്നോ? ഏത് രീതിയിലാണ് ഇത് നമുക്ക് ആലാപനം സാധ്യമാക്കി തീർത്തത് എന്നുള്ളത് ആരെങ്കിലും പറയാൻ തയ്യാറാവുന്നു? ഹരേ കൃഷ്ണ. ഇല്ല. എങ്ങനെയുള്ള ഭാഗവതമാണ്? പറയും. അതെ, ആരെങ്കിലും ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വലിയ വിലയാണ്. ഹരേ കൃഷ്ണ. ഞാൻ 100 പറയുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വഴിയിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക്. ഹരേ കൃഷ്ണ. എങ്ങനെയുള്ള ഭാഗവതമായിരുന്നു അത്? ധർമ്മപ്രോച്ചിത കൈതവോത്രപരമോ നിർമ്മത്സരാണ്. വ്യക്തമല്ല, ക്ഷമിച്ചാലും മതി. ഇല്ല, വ്യക്തമല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഹരേ കൃഷ്ണ. ഞങ്ങളുടെ തെറ്റാണ് മാതാജി. മാതാജിയുടെ ക്ലാസ് നന്നായി കേൾക്കാം. കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ധർമ്മപ്രോച്ചിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. അങ്ങനെ എന്തുകൊണ്ടാണുള്ളത്? താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതാണ്. വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം. ആ ശ്ലോകമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ശിവദം താപത്രയോന്മൂലനം. അങ്ങനെ താപത്രയങ്ങളെ ഇല്ലാതാക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കി കേൾക്കാൻ കഴിഞ്ഞത്? അതിനൊരു സാഹചര്യം അവിടെ എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കറിയാം, ഭഗവത്ഗീത ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതെന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? അർജുനന് തന്റെ ബന്ധുക്കളെ കൊല്ലുന്നതിനോടുള്ള വൈമുഖ്യമുണ്ടായി. അവിടെ വന്നപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് അവിടെ തന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ അദ്ദേഹം ഇനി യുദ്ധം ചെയ്യുന്നേ ഇല്ല, ഞാൻ കാട്ടിൽ പോയി ജീവിച്ചോളാം, എനിക്കിനി യുദ്ധം ചെയ്യുകയും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട എന്നും പറഞ്ഞ് മടിച്ചിരുന്നു, അല്ലെ? അതുപോലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഭാഗവതം കിട്ടി. ഭഗവത്ഗീത കിട്ടി. ഭഗവത്ഗീത പണ്ടേ ഉണ്ട് എന്ന് നമുക്കറിയാം. 4-ാം അധ്യായത്തിൽ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്, അല്ലെ? പണ്ടേ ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തിരുന്നു. വിവസ്വാൻ മനവേപ്രാഹ മനുരിക്ഷാഗവേ അപ്രവീത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ അത് ശേഷം അതുപോലെ ഭാഗവതത്തിനും ഇവിടെ പറഞ്ഞു തരാൻ ഒരു കാരണമുണ്ടായി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പരീക്ഷിത്ത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, പരീക്ഷിത്ത് മഹാരാജാവിന് ശാപം കിട്ടിയതും പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപദേശത്തിന് വേണ്ടി തയ്യാറാകുന്നതും ഗംഗാതീരത്തെ അദ്ദേഹം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒപ്പിക്കുന്നതും അവിടെ വന്നിട്ട് എന്താണ് എനിക്ക് കേൾക്കേണ്ടത്, അന്തിമ നിമിഷത്തിൽ എന്ത് കേട്ടാലാണ് എനിക്ക് ഭഗവാന്റെ കാരുണ്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള ചോദ്യം അതിന് ഉത്തരമായി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത്രയും ഋഷിമാരവിടെ കൂടിയിട്ടും അപ്പം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ സുഖദേവ് ഗോസ്വാമി മുന്നോട്ട് വരികയും ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കേട്ട ഭാഗവതൻ രാധാറാണി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാധിക എന്ന് പറഞ്ഞാൽ ആരാണ്? ആ രാധികയിൽ നിന്ന് കേട്ട ഭാഗവതം, അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ശിവനിൽ നിന്ന് കേട്ട ഭാഗവതം, അല്ലെങ്കിൽ തന്റെ അച്ഛനായ വേദവ്യാസൻ പറഞ്ഞു ഭാഗവതം, ആ ഒരേ ഭാഗവതം തന്നെ പല രീതിയിൽ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഈ ഭാഗവത ആലാപനം ആ മണൽത്തിട്ടയിൽ വെച്ച് ആ ഗംഗാതീരത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. അതെന്താണ് എന്നുള്ളത് അത് സർവവേദാന്ത സാരമാണ് ഈ ഭാഗവതം. എന്താണ്? സർവവേദാന്ത സാരമാണ് ഈ ഭാഗവതം എന്നുള്ളത്. അത് പഠിച്ച ധർമ്മപ്രോചിത കൈതബോധം, ഈ ധർമ്മത്തിനോ അല്ലെങ്കിൽ ധർമാസ്വാദനത്തിനോ ഒന്നും വേദങ്ങളിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അല്ലെ. അപ്പം ഈ വേദവ്യാസന് പറ്റിയ അബദ്ധം എന്താണ്? ധർമ്മവും അർത്ഥവും കാമവും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് 90% തീർന്നു. പിന്നെ 10% വേദത്തിലുള്ളൂ മോക്ഷം നേടാനുള്ള മാർഗം. ഈ 90% ഒന്ന് കഴിഞ്ഞുപോയി. അപ്പൊ ആ ഒരു ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആ ഭക്തിയുടെ ലെവലിൽ, അപ്പൊ നിങ്ങള് ഇത് പഠിക്കുന്നുണ്ടല്ലോ, ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നുണ്ട്, ഭക്തിയും മോക്ഷവും തമ്മിലുള്ള വ്യത്യാസം അതിനകത്ത് പറഞ്ഞു അല്ലെ. മോക്ഷത്തിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ഭക്തി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ ആ ഭക്തിയുടെ പ്രാധാന്യത്തെ അങ്ങനെ എടുത്ത് തന്നിരിക്കുകയാണ്, ഭക്തിയെ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ് ഭാഗവതം. ഭക്തി എങ്ങനെ ഭഗവാനോട് കാണിക്കാം, ഏത് രീതിയിലാണ് ഭക്തന്മാർ ഭക്തി പ്രകടമാക്കുന്നത്, ഇത് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മളിലേക്ക് ഇങ്ങനെ തന്നിരിക്കുന്നതാണ് ഭാഗവതം എന്ന് പറയുന്ന ആ ഭാഗവതം ആലാപനം സാധ്യമാക്കി തീർത്തത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീമദ് ഭാഗവത്തെ ഇവിടെ നമ്മുടെ ശൈലപ്രഭുപാദര് പറയുകയാണ്, വേദസാരമാണ്. വേദങ്ങളിലെ എല്ലാം കൂടെ നമ്മൾ പറയും എല്ലാത്തിന്റെയും സത്ത ഒരുക്കി ഒഴിച്ചതാണെന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ വേദങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം, അതിന്റെ എല്ലാം ചുരുക്കം, അതിന്റെ എല്ലാം ചുരുക്കിയിട്ട് അതിനെ പറഞ്ഞിരിക്കുന്ന ആ മോക്ഷമാർഗം എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് പറഞ്ഞിവിടെ തന്നിരിക്കുകയാണ്. മിഥ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഉണ്മയാണ് പരമസത്യം എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. എന്താണ്? മിഥ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഉണ്മയാണ് പരമസത്യം. മിഥ്യ എന്താണ് എന്നൊക്കെ നമ്മുടെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇതിനകത്ത് ശ്രീമദ് ഭാഗവതത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു കഥ പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരേ ഒരു കഥ മാത്രമേ ഉള്ളൂ നടന്നിട്ടില്ലാത്തതായിട്ട് എക്സ്പ്ലനേഷന് വേണ്ടി വിശദീകരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ 4th കാൻഡോയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഏകദേശം 25 തൊട്ട് 27 3 ചാപ്റ്റേഴ്സ്, ആ 25, 26, 27 3 ചാപ്റ്റേഴ്സ് പറയുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തിയെ, ഈ ഭൗതികതയിൽ ആണ്ടുകിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഭക്തിയിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് കൊണ്ടെത്തിക്കാം എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. എന്ത്? ശ്രീമദ് ഭാഗവതത്തിലെ 4th കാൻഡോയിൽ 25, 26, 27 ചാപ്റ്റർ. ബാക്കി എല്ലാം സത്യമായിട്ട് നടന്നിട്ടുള്ള കഥകൾ മാത്രം. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഒരു പ്രാചീന ബർഹിസത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പ്രാചീന ബർഹിസത്തിന് മക്കളുണ്ടാകുന്നു. ഏകദേശം അവരുടെ ആ ഒരു നാരദർക്ക് അവരോട് ഇഷ്ടം തോന്നുകയും അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രചേതസ്സുകൾ എന്ന് പറയും. ആ പ്രചേതസ്സുകളെ നടത്താൻ ഇഷ്ടപ്പെടാൻ അവരെന്ത് ചെയ്തു? ആ രാജ്യം ഭരിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ ഇഷ്ടപ്പെടാതെ അവരെന്ത് ചെയ്തു? പരമസത്യം എന്താണ്, മിഥ്യയിൽ നിന്ന് വേർതിരിക്കുന്ന ഉണ്മയെ എങ്ങനെ കണ്ടെത്താം
എന്ന് മനസ്സിലാക്കാനായിട്ട് അവർ സഞ്ചരിച്ച് വരുന്ന അവസരത്തില് ശിവഭഗവാനെ കണ്ടെത്തുന്നു. കഥ പറയുന്ന അനുസരിച്ച് നമ്മുടെ ഗുരുവായൂരാണ് അവർ എത്തിയതെന്നൊക്കെയാണ് പറയുന്നത്. അവിടുത്തെ കുളവും ഒക്കെയാണ് പറയുന്നത്. അത് സത്യം എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. അവിടെ എത്തി എന്നും പ്രചേതസ് അവിടെ വെച്ച് ശിവനെ കാണുന്നു, ശിവൻ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നു. അവിടെ നമ്മൾ രുദ്രഗീതം എന്ന് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, രുദ്രഗീതം. അപ്പൊ ആ രുദ്രഗീതത്തിൽ കൂടി ഭഗവാന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിത് കേട്ടിട്ട് അവർ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് കണ്ട നാരദരെ, അയ്യോ കഷ്ടം, ഇത്രയും പേര് മക്കളെല്ലാം പോയിട്ടും ഈ അച്ഛൻ ഇന്നും യജ്ഞം ചെയ്ത് കാര്യം നേടാൻ വേണ്ടി കാര്യസാധ്യത്തിനായി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കഷ്ടം തോന്നിയിട്ട് ഒരു ദിവസം നാരദർ അവിടെ വരികയും ഈ പ്രാചീന ബർഹിസത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു സ്ത്രീയുടെയും കുട്ടികളുടെയും അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെയും അവർക്ക് തോന്നുന്ന അട്രാക്ഷനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു കഥയുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം നടന്ന സംഭവങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാഗവതത്തിൽ പറയുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വേദങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ബാക്കിയുള്ള എല്ലാത്തിന്റെയും അപ്പൊ നമ്മള് ശ്രുതി സ്മൃതി പുരാണാന ആലയം കരുണാലയം അല്ലെ, സ്മൃതിയെ കുറിച്ചും ഞാൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, സ്മൃതിയെ കുറിച്ചും പറഞ്ഞു തന്നിരുന്നു. ഏതെല്ലാം കാര്യങ്ങളാണ് സ്മൃതിയിൽ ഉൾപ്പെടുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രുതിയിൽ ഉൾപ്പെടുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചതാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നിരുന്ന ആ കാര്യങ്ങളെല്ലാം അതിന്റെ എല്ലാം കൂടി എസൻസ് ആണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എത്ര പ്രാധാന്യമുള്ളതാണ്, പരമശുദ്ധമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തന്മാർ ഉൾപ്പെടുന്നതാണ്. അവരുടെ ജീവിതകഥ ഭഗവാൻ അവരുടെ ജീവിത കഥയിൽ കൂടി ആ ഭഗവാനിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്നു, ഭഗവാന്റെ ആ ഭക്തിയിൽ എങ്ങനെ അവർ മുഴുകി എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് തരുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ അതിനെ വേറൊരു പേര് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണത്? ശുകസംഹിത എന്ന് പറയുന്നു. അപ്പം മുക്താത്മാവാണ് ശിവദേവൻ. ആ മുക്താത്മാവായിരിക്കുന്ന ശ്രീ സുഖദേവ ഗോസ്വാമി പറഞ്ഞത് കൊണ്ടാണ് അതിനെ ശുകസംഹിത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദസ്തുതി ഗീതം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അറിയാം. അപ്പം അതീന്ദ്രിയ വേദാന്ത സാരമാണ്. അപ്പൊ എല്ലാത്തിന്റെയും കൂടി പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുന്നതിനാൽ അതിനെ അതീന്ദ്രിയ വേദാന്ത സാരമെന്ന് പറയുന്നു എന്നുള്ളത്. അപ്പം നമുക്കറിയാം വിശ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ട് നിൽക്കുന്നത് ഭഗവാന്റെ ബാഹ്യശക്തിയാണ് എന്ന്. ഭഗവാൻ എത്ര തരം ശക്തികൾ ഉണ്ട്, ആർക്കെങ്കിലും പറയാമോ? ാണ് ഭഗവാന്റെ ശക്തികള്? അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി, അന്തരംഗ ശക്തി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. അന്തരംഗ ശക്തിയും എന്നിൽ തന്നെ നിക്ഷിപ്തമാണ്, ബഹിരംഗ ശക്തിയും എന്നെയാണ്. ആ മായയെ നിങ്ങൾക്ക് കവച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അതും എന്റേത് തന്നെ ആണ്. അപ്പം ആ മായയാകുന്ന ബഹിരംഗ ശക്തി, ഭഗവാന്റെ ആന്തരിക ശക്തി കൈകാര്യം ചെയ്യുന്നത് രാധാറാണി, ബഹിരംഗ ശക്തി കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ദുർഗാദേവി. ആ ദുർഗാദേവിക്കാണ് ഇവിടെ ഭാഗവതം പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന് പുറങ്ങിപ്പോയത് അല്ലേ. അപ്പൊ ദുർഗാദേവി, അതുകൂടാതെ പിന്നെ ആരാണുള്ളത്? തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി ആരാണ്? ജീവാത്മാക്കൾ, നമ്മളെല്ലാം, ജീവനുള്ള എല്ലാ ജന്തുക്കളും. തടസ്ഥ ശക്തി എന്നാണ്. 3 തരം ശക്തികളാണ്. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി എന്ന് 3 തരം ശക്തികളുണ്ട്. അപ്പൊ ഉന്നതമായ ശക്തികളാണ് ഏതൊക്കെ? അന്തരംഗ ശക്തിയും പിന്നെ തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ്, ഭഗവാന്റെ അംശങ്ങൾ ഉൾപ്പെടുന്നതാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. ബഹിരംഗ ശക്തി ബാക്കിയുള്ളവ. അപ്പൊ ആ ഭഗവാന്റെ അബാഹ്യമായിട്ടുള്ള അതുപയോഗിച്ചാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഈ സൃഷ്ടി നടത്തുന്നത് എന്ന്. അപ്പം ആന്തരിക ശക്തിയുടെ സ്വരൂപ ആഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ എന്താണ്? ആന്തരിക ശക്തിയുടെ സ്വരൂപ ആഖ്യാനം.
അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതത്തിൽ ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല. ഭക്തന്മാരുടെ കഥകൾ അതെങ്ങനെയെല്ലാം വരാം, ഏത് രീതിയിൽ പ്രകടമാകാം, ഭക്തന്മാരെങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു, അതുമാത്രം ശുദ്ധ ബ്രഹ്മമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ആഖ്യാനം, സ്വരൂപത്തിന്റെ ആഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പം നമ്മള് ഒന്നാം ശ്ലോകത്തിൽ 1:1 പഠിച്ചു. നമ്മൾ എന്താണ്, മരുഭൂമിയിൽ ചെല്ലുമ്പോൾ എവിടെയും ജലം ഉണ്ടെന്ന് തോന്നും, പക്ഷേ ജലത്തിന്റെ സ്ഥാനം മറ്റെവിടെയോ ആണ്, അല്ലെ? അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് തോന്നും? അപ്പം ബാഹ്യശക്തി എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരിപ്പച്ച പോലെയാണ്. സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ കാണാം, അല്ലെ? ഈ ബാഹ്യശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സർവ്വതും ഉണ്ട്. പക്ഷെ അതിന് നിലനിൽപ്പുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ക്ഷയിച്ചു പോകുന്നു. അപ്പൊ ഈ കാണുന്ന ബാഹ്യശക്തി എവിടെ നിന്ന് വന്നു? ഇതിൻ്റെതായ സത്യമായിട്ടുള്ളത് എവിടെ നിൽക്കുന്നു? ഗോലോക വൈകുണ്ഠത്തില്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലുള്ള ആ ശക്തിയുടെ ഒരു നിഴലാണ് നമ്മൾ ഇവിടെ കാണുന്ന, തലതിരിഞ്ഞുള്ള നിഴൽ എന്ന് പറയാം. നിഴലാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ബാഹ്യശക്തി പ്രകടമാക്കിയിരിക്കുന്ന ഈ ഭൗതിക ലോകമെന്ന് പറയുന്നു. അപ്പം ഇത് ആ മരുപ്പച്ചയിലെ ജലം അവാസ്തവികമാണെങ്കിലും വാസ്തവികമായി തോന്നുന്നത് പോലെ ഇവിടെ ഇച്ചിരി പ്രയാസകരതാണ്. സോറി, മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ളതാണ്. കാരണം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. കാരണം നമ്മള് 1:1 പഠിച്ചവർക്ക് ഇത് ഈസിയാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ജലം എവിടെയാണ് ഉള്ളത് എന്ന്. നമ്മൾ എവിടെയോ കഴിയുന്നില്ല മരുഭൂമി എന്ന് പറയുന്നത് പോലെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നതിലൂടെ ഇവിടെയും ഭഗവാന്റെ ആ ഇതുണ്ട്, പ്രകടമായിരിക്കുന്നു. ഏതിൽ കൂടി? ഭൗതിക ലോകമായി പ്രകടമായിരിക്കുന്നു. ഈ ഭൗതിക ലോകം എന്തിന്റെയോ തലതിരിഞ്ഞ ഒരു നിഴലാണ്. നമ്മളെ ആറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ, ആറ്റിന്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ, ജലത്തിന്റെ തീരത്തും ജലാശയത്തിന്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ മരം തലകിഴിഞ്ഞ് കാണുന്നത് പോലെ, നമ്മൾ 15-ാം അധ്യായത്തിൽ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാവുന്നത്. അതുപോലെയാണ് ഇവിടെ ഇത് കാണപ്പെടുന്നത് എന്നാണ് നമുക്ക് യാഥാർത്ഥ്യമായി തോന്നും. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഇല്ലാത്തതുമല്ല. ഇത് വെറും ഇല്ലാത്തതല്ല. കയറ് കണ്ടിട്ട് പാമ്പായിട്ട് തോന്നുന്നത് പോലെയല്ല, അല്ലെങ്കിൽ പാമ്പിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് പോലെയല്ല, കയറ് കണ്ടിട്ട് പാമ്പായിട്ട് തോന്നുന്നത് പോലെയല്ല, ഉള്ളതാണ്. പക്ഷേ ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആത്മീയ ശക്തിയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ കാണുന്ന നമ്മുടെ ഭൗതിക ശക്തി. അപ്പം ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കും. ഇവിടെയും എല്ലാം ഉണ്ട്. ഈ ഭൗതിക ലോകത്തിൽ എല്ലാ ജീവാത്മാക്കളും ഉണ്ട്. ജീവാത്മാക്കൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. ഒരു സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, പക്ഷെ മാറുന്നു എന്ന് മാത്രമാണ്. അപ്പൊ ഈ ഒരു കാണുന്ന ഈ സത്യം മറ്റൊന്നിന്റെ നിഴലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സർവ്വതിന്റെയും പരമസ്രോതസ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് സർവശ്രുതി മന്ത്രങ്ങളും പറയുന്നു. നമ്മുടെ സർവശ്രുതി മന്ത്രങ്ങളിൽ നോക്കിയാലും ഭഗവാനാണ് പരമസ്രോതസ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് നിർമ്മല ഹൃദയത്തോടു കൂടിയ പരമഭക്തർക്ക് മാത്രം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. അതാണ് ധർമ്മപ്രോച്ചിത കരിതഗോത്ര പരമോ നിർമ്മത്സരാണാം സദാ, നിർമ്മത്സരാണാം സദാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭാഗവതം അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ലോകം, ആത്മീയ ലോകം എന്ന് പറയുന്നത് 4/3 ആകെയുള്ള സൃഷ്ടിയുടെ 4/3 ആത്മീയ ലോകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4/1 മാത്രമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഈ 4/1 എന്ന് പറയുന്ന ഭൗതിക ലോകം തന്നെ അനന്ത എണ്ണിയാലൊടുങ്ങാത്ത എത്ര ഭൗതിക ലോകം. ഓരോ ഗർഭോദകശായി വിഷ്ണുവും ഓരോ ബ്രഹ്മാണ്ടത്തിന്റെ താഴ്ഭാഗത്ത് കാണുന്നു അല്ലെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ആ എത്രമാത്രം കാരണോദകശായിൽ നിന്ന് എത്രമാത്രം ബബിൾസ് ആണോ വെളിയിലേക്ക് വരുന്നത്, അത്രയും ബ്രഹ്മാണ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാൻ ആരായിട്ടുണ്ട്? ഗർഭോദകശായിയായിട്ട് വിഷ്ണുവായിട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അതിലൊക്കെ എത്ര കൂടുതലാണ് ആത്മീയ ലോകമെന്ന് പറയുന്നത്.
ഇനിയും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് ഈ ഭാഗവതത്തിന്റെ പ്രാധാന്യം എന്താണ്. അപ്പൊ ഭക്തിയെ നമ്മളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് അന്യാഭിലാഷിതാശൂന്യം, അല്ലെ? അന്യാഭിലാഷിതാശൂന്യമായിരിക്കണം, മറ്റു ഒന്നുമില്ലാതെ. പിന്നെ അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഹാത്മനസ്തു മാം പാർത്ത ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ഭൂതാദിമവ്യയം. അപ്പം നമ്മളെ അല്ലയോ പാർത്ത, മഹാത്മാക്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അനന്യ മനസ്സോടുകൂടി, അതൊന്നിലും ഈ സമ്പത്തിനോടൊന്നും യാതൊരു താല്പര്യവുമില്ലാതെ ഭജന്തി അനന്യ മനസ്സോ ഭൂതാദി എന്നെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഈ ശുദ്ധഭക്തന്മാരിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകമാണ് ഈ വേദസ്തുതി ഗീതമെന്ന് പറയുന്നത്. അപ്പം അത് മനുഷ്യാണാം സഹസ്രേഷു, അപ്പൊ എത്ര പേര്, സഹസ്ര ആൾക്കാരിൽ എത്ര പേർക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ കൃഷ്ണന്റെ കലപ്പറ്റതും പരിപൂർണവുമായ ഭക്തിയുത സേവനം സ്വീകരിച്ച ഒരു അപൂർവ വ്യക്തിക്ക് പാപങ്ങളുടെ കളകളെ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞിട്ട് എന്നാൽ മാത്രമേ അതിലെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ അനന്തമാണ്, ഇന്ന് എത്രയെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ വേരിനെ കുറേശ്ശെയായിട്ട് മാറ്റിക്കളയണം. എങ്ങനെ മാറ്റിക്കളയാൻ കഴിയും നമുക്ക്? ആ ഒരു ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ കൂടി പാപങ്ങളുടെ കളകളെ കുറേശ്ശെയായി എടുത്തെടുത്ത് കളഞ്ഞ്, എന്നിട്ട് അത് വീണ്ടും കിളിർത്തു വരാത്ത വിധം അതിനെ എന്ത് ചെയ്യണം? നമ്മള് എന്താണോ നമ്മുടെ ഗാർഡനിലൊക്കെ ചെടികളുടെ വേരോടെ വീഴ്ന്നു മാറ്റുന്നില്ല, എന്നാലല്ലേ അത് ഞാൻ ചുമ്മാ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ, തുമ്പ കൊണ്ട് ചെത്തിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും വരും. അതിനെ വേരോടെ മാറ്റിക്കളയാനുള്ള മാർഗം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അതിന് ഭക്തിയുത സേവനത്തോടുകൂടി മാത്രമേ, അത് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ പാപത്തിന്റെ കറകളെ കളഞ്ഞ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനെ കേജിത് കേവലയാ ഭക്തിയ നീഹാരമിവ ഭാസ്കര അഖം ധുന്വന്തി കാസ്നേയ നീഹാരമിവ ഭാസ്കര. അപ്പം സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്ക് മഞ്ഞുരുക്കി പോകുന്നത് പോലെ ഭക്തി കൊണ്ട് വാസുദേവനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അതിലേക്ക് വരാകുന്ന സകല കളകളും പറിച്ചെടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മുടെ കളകൾ എന്തൊക്കെയാ? നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെയാണ്? രാഗം, ദ്വേഷമില്ലേ, അഹങ്കാരങ്ങളെല്ലാം മാറ്റിയിട്ട്, ഒരു മതമാത്സര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട്, രാഗവും ദ്വേഷവും എല്ലാം മാറ്റിയിട്ട്, അപ്പൊ എല്ലാത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ഭക്തിയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് നമുക്ക് ഭഗവാനെ ഒരല്പമെങ്കിലും മനസ്സിലാക്കിയിട്ട്, ആർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്, അല്പമെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അങ്ങനെ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മായയുടെ ഒരിക്കൽപ്പെട്ട നമ്മൾക്ക് ഇവിടെ വന്ന് സുഖിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്ന നമ്മൾ ഇവിടെ പെട്ടുപോയി. തിരിച്ചു പോകാനുള്ള മാർഗം എങ്ങനെ ഒരുക്കി തരാം എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്ന പുസ്തകമാണ് ഈ ശ്രേഷ്ഠ ശുഭസാരം, ഈ വേദാന്ത സാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭാഗവതം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അവിടെ വേദസ്തുതി ഗീതമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പരമ ശ്രേഷ്ഠനായ, എന്നുവെച്ചാൽ അതിനപ്പുറത്താരുമില്ലാത്ത, നമ്മുടെ മനസ്സുകൾ കൊണ്ടോ ഇന്ദ്രിയം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നേ ആകുകയുള്ളൂ. എന്താണത്? ഭഗവത് ഭക്തി മാത്രം. ആ ഭക്തി കൊണ്ട് നമ്മളെ ബാക്കിയുള്ള രാഗദ്വേഷാദികളെ എല്ലാം തന്നെ അതിനെ മൊത്തവും വേരോടെ പറിച്ചു കളഞ്ഞിട്ട് നമ്മളിൽ ഭക്തിയുടെ ബീജത്തെ വളർത്തിയെടുത്താൽ നമുക്ക് ഭഗവാനെ കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ നമ്മളെ ആത്മീയ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കണം. പിന്നെന്താണ്?
ഈ ഭൗതിക ലോകത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ആത്മീയ ലോകത്തെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വൈകുണ്ഠ ലോകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഗോലോക വൃന്ദാവനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു കേൾവിയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം, പ്രിയപ്പെട്ട പ്രദേശമാണ് വൃന്ദാവനമെന്നും അല്ലെ? വൃന്ദാവനം, മധുര, ദ്വാരക ഇവയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വൃന്ദാവനം എങ്ങനെയാണ് ഭൂമിയിൽ വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഭക്തിയുടെ ബീജം നമ്മുടെ മനസ്സിലേക്ക് ഉറയ്ക്കുന്നത്. അപ്പം ആ ഭക്തി, മധുര എങ്ങനെ പ്രധാനപ്പെട്ടിരിക്കുന്നു, അതുപോലെ വൃന്ദാവനം എങ്ങനെ പ്രധാനപ്പെട്ടിരിക്കുന്നു, ഭഗവാൻ ആരാണ്, ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഭക്തി, അയ്യോ ഭഗവാൻ ഇങ്ങനെയാണല്ലോ, ഇതാണല്ലോ ഭഗവാൻ എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ ഈ അതീന്ദ്രിയ വേദസാരമായ ഈ ശ്രീമദ് ഭാഗവതം നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതൊരു വളരെ കുറച്ച് ഭാവാർത്ഥം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ആരാണ് രാജർഷി, എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത്, പിന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞു കൊടുത്തത്, ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ ആർക്കെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ആരുമില്ലേ? എല്ലാരും പോയോ? ഇങ്ങനെ ഈ ക്ലാസ് കേട്ടാൽ ആർക്കും ഇരിക്കാൻ തോന്നില്ല. സൗണ്ട് കുറവ് മാതാജി. സൗണ്ട് കുറവാണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ശിവന്റെ കഴുത്തിലിട്ട മാലയെ കുറിച്ച് അത് പറഞ്ഞല്ലോ, പാർവതി ദേവിയുടെ, അതൊന്ന് ക്ലിയർ ആക്കി തരാവോ? ശിവനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ശിവനെ പാർവതി ദേവി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദേവിമാരെല്ലാം വിവാഹം കഴിച്ചിട്ടുള്ളത് അറിയാമല്ലോ. പല വിവാഹങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അതും ദേവിയുടെ അവതാരങ്ങളായിരുന്നു എല്ലാം. സതീദേവിയുടെ ഒക്കെ ഓർമ്മയുണ്ട്. സതീദേവിയുടെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായി. അപ്പൊ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തില് ആ ദേവിയുടെ ആ തലയോട്ടിയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് എന്നാണ്, ഭഗവാന്റെ കഴുത്തിലുള്ളത് എന്നാണ്. തലയോട്ടി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവൻ എന്നല്ലേ പറയുന്നത്. അപ്പം ആ തലയോട്ടി ശിവന്റെ തലത്തിൽ എങ്ങനെയാണ് ഈ തലയോട്ടി വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതെല്ലാം നിന്റേതാണ്. കാരണം നിന്റെ പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായിരുന്ന നീ വിട്ടുപോയ സമയത്ത് നിന്നിൽ നിന്ന് കിട്ടിയ തലയോട്ടിയാണ് ഞാൻ എന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ലാസ്റ്റിൽ നമുക്കറിയാവുന്ന കഥ, പ്രത്യേകിച്ചും വേദവതിയുടെ ഒക്കെ നേരത്തെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഏറ്റവും ഭാഗവതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, സതീദേവിയുടെ തലയോട്ടിയുള്ളത്, സതീദേവി പോകുന്നത് അല്ലെ. അപ്പൊ അത് അങ്ങനെയുള്ള ആ തലയോട്ടി എങ്ങനെ വന്നു എന്ന്, എങ്ങനെ ഇത് വന്നു? കാരണം ശിവൻ വിവാഹം കഴിക്കാൻ വരുന്ന അവസരത്തില് ശിവന്റെ രൂപം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ രൂപമാണ്. അപ്പൊ ശരീരത്തിൽ മുഴുവനും പാമ്പും അതുപോലെ തലയോട്ടിയും ഒക്കെ ധരിച്ച് വരുന്ന അവസരത്തിൽ സതീദേവിക്ക് വിഷമം തോന്നുന്നു. നമുക്കറിയാം. ആ സതീദേവി ഉടനെ തന്നെ അവിടെ നാരായണൻ എത്തുന്നു. നാരായണനോട് പറയും, ഇതെന്താണ് എല്ലാവരും ഇങ്ങനൊക്കെ പറയുന്നു എന്നൊക്കെ പറയുമ്പോ നാരായണൻ ശിവനെ വിളിച്ചുകൊണ്ടുപോയി എന്തായി സുന്ദരനാക്കി മാറ്റുന്നു. പരമസുന്ദരനാക്കി മാറ്റിക്കൊണ്ടുവന്നാണ് വിവാഹം നടത്തുന്നത്. നാരായണനാണ്, നാരായണന്റെ സഹോദരിയാണല്ലോ ദേവി. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അത് സുന്ദരേശൻ എന്നും പറഞ്ഞ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം സുന്ദരേശൻ. അപ്പൊ അങ്ങനെ സുന്ദരേശനാക്കി കൊണ്ടുവന്നാണ് വിവാഹം നടത്തുന്നത്. പക്ഷെ ഭഗവാന് ആ സമയത്തും ഭഗവാന്റെ കഴുത്തിൽ ഭഗവാന് ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. ആ സർപ്പങ്ങളും അതുപോലെ ഭഗവാനിലെല്ലാം ഉണ്ട്. അതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് ശിവൻ ഇരുന്നത്. അതുകൊണ്ടാണ് ശിവനോട് ചോദിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം നിന്റേതാണെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും? താങ്ക് യു മാഷി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ.
മാതാജിയുടെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ്. മാതാജി എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തോളാം മാതാജി. ഹരേ ഇത് കൃഷ്ണ. മാതാജി മാതാജി അത്രയും ഡീപ്പായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് പാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം കി ജയ്. വേദവ്യാസം മഹർഷി കി ജയ്. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.